നമ്മുടെ നിശബ്ദത, അതാണ് ഏറ്റവും വലിയ തിന്മ. അതാണ് ഏറ്റവും വലിയ തിന്മ. കാരണം പലരും പറയും അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവരെന്തെങ്കിലും കാണിക്കട്ടെ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, അല്ലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വേറെ ജോലികളുണ്ട്, അല്ലെ ഞങ്ങളുടെ മറ്റുള്ള ആവശ്യങ്ങളുണ്ട്, ഇതിന്റെ പുറകെ നടക്കാൻ ഞങ്ങൾക്ക് വേറെ പണിയില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ഒരു പറ്റം ജനങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇപ്പം ദൈവം കുറച്ച് ആൾക്കാരെ വേലയ്ക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അത് നമ്മളെപ്പോലുള്ള ചങ്കുറപ്പുള്ള, തൻ്റെ ഇടമുള്ള ദൈവത്തിന്റെ മക്കളാണ്. കാരണം ഏതും ആർജവത്തോടെ, ചങ്കുറ്റത്തോടെ പറയാനുള്ള ആണത്തം, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കഴിവ്. അല്ലാതെ നിസ്സകാവസ്ഥയിൽ നിന്നുകൊണ്ട് തലകുമ്പിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണ കേൾക്കാനല്ല നമ്മുടെ ചങ്കുറ്റം. ആർജവത്തോടെ നമ്മൾ പറയണം, അതാണ് നമുക്ക് ആവശ്യം. പള്ളി അടയ്ക്കേണ്ടാണ്, അടയ്ക്കണം. അല്ലാതെ അതുകൊണ്ട് മുന്നോട്ട് പോയില്ല. കൊറോണ വന്ന്, കോവിഡ് വന്നിട്ട് പള്ളികളും എല്ലാം അടച്ചിട്ടില്ലേ? എന്നിട്ട് എന്തായി? എന്നിട്ട് വൈദികരൊക്കെ അവിടെ പോയി എന്ന് പറയാം. ഇത് വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അടിച്ചമർത്തുക. കർത്താവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം. ഇതാണ് വൈദികരുടെ മുദ്രാവാക്യം. പണം വന്നാലേ അവർക്ക് ആശ്വാസമുള്ളൂ. നോക്കുമ്പം കർത്താവിലാണ് വിശ്വാസം എന്നും പറഞ്ഞ് നടക്കുക, ജനങ്ങളെ വിഡ്ഢികളാക്കുക. ഇതൊന്നുമല്ല. നമുക്കറിയാം, പ്രസാദഗിരിയിൽ 82 വയസ്സുള്ള ഒരു ബ്രാഞ്ച് എന്നൊരു വൈദികനെയാണ് ബലിപീഠത്തിൽ വെച്ച്, അൾത്താര വെച്ച് കൊണ്ടുപോയി അദ്ദേഹത്തെ വലിച്ചുകൊണ്ടുപോയി സങ്കീർത്തനത്തിൽ കൊണ്ട് തള്ളിടുകയും ലോകയെ പിടിച്ച് വലിക്കുകയും അദ്ദേഹത്തിന് മറിച്ചിട്ട് പുറത്തിനിട്ട് ചവിട്ടുകയും ചെയ്തു. അദ്ദേഹം ഇരുന്ന് മൂത്രമൊഴിച്ചു പോയെന്ന് പറഞ്ഞ അത്രയ്ക്കും ക്രൂരമായി ചെയ്യാൻ ആഹ്വാനം കൊടുത്ത വൈദികരാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ളത്. ജെറിൻ പാലത്തിങ്കൽ പോലത്തെ വൈദികർ മതി, ഒരു 10 വൈദികർ മതി ഈ ഉള്ള മുഴുവൻ മോശമാക്കാൻ. നമ്മൾ പറയല്ലോ, ഒരു തക്കാളി മതി ആ ഒരു പെട്ടിയിലെ തക്കാളി മുഴുവൻ മോശമാക്കാൻ എന്ന് പറയുന്ന പോലെ ഇതുപോലത്തെ ഒരു 10 മതി സഭയെ നശിപ്പിക്കാനും സഭയെ വലിച്ച് കീറാനും. ഇങ്ങനെയുള്ളവരൊക്കെ മതി, ഇങ്ങനെയുള്ള വൈദിക ഗുണ്ടകൾ മതി സഭയെ നശിപ്പിക്കാൻ. അവരുടെ ധാരാളിത്തം, അവരുടെ തോന്നിവാസം, അല്ലെങ്കിൽ അവരുടെ പിറപ്പ് തരം എന്തും ഇവിടെ നടക്കണം, അതാ ഇവിടെ നടക്കാവുള്ളെന്നുള്ളത്. വിശ്വാസികൾ അടിമയെപ്പോലെ, അല്ലെങ്കിൽ അവര് ഒരു അടിമപ്പണിയും ചെയ്ത് അവരെ കാണുമ്പോൾ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തോണം. വിശ്വാസികളെ അടിച്ചമർത്തി ഇവര് നമ്മുടെ മുഖത്തൂടി നടക്കുക, ചവിട്ടി നടക്കുക, നമ്മൾ അരയ്ക്കുക, ചവിട്ടി അരയ്ക്കുക. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് പലരും വല്ല പറയുമ്പോൾ, അയ്യോ അച്ഛനെ പറഞ്ഞ ശാപല്യമാണ്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ പറഞ്ഞ ശാപല്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ തലമുറ നശിച്ചു പോകുന്നൊക്കെ ശാപവാക്കാണ് ഇവർ പറയുന്നത്. അത് നമ്മൾ അവരെ പ്രതികരിക്കരുത്, അവരുടെ നേരെ നമ്മൾ കഴിച്ചുകൊണ്ടരുത്, അവരുടെ നേരെ നമ്മൾ ശബ്ദിക്കരുത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മളെ പ്രയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കൊതോറ തന്നെ വൈദികനെ കൊണ്ടുവരുന്ന തന്നെ തീരുമാനിച്ചു. അതിന് കഠിനമായ തീരുമാനം. ഒറ്റയ്ക്ക് ഒരാളും പൊരുതും, അതിന് യാതൊരു സംശയവും വേണ്ട എന്നുള്ള രീതിയിൽ ഞാനും ജോലി ചേട്ടൻ ഞങ്ങളൊക്കെ തീരുമാനിച്ചു. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഇടവകയിൽ നിന്ന് അവരുടെ പിന്തുണ, അതൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടാ. ശരിക്കും പറഞ്ഞാൽ അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, അവരാണ് യഥാർത്ഥ ചങ്കുറപ്പുള്ള ദൈവത്തിന്റെ മക്കളെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഇത്തിക്കണ്ടപ്പന്മാരെ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞാലേ അച്ഛൻ ഇങ്ങോട്ട് തിരിഞ്ഞാലേ ഞങ്ങൾക്കൊരു കുർബാന കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതല്ല നമുക്ക് ആവശ്യം. നമുക്കിപ്പോ ഒരു മീൻ കറി വെച്ച് തരുന്നു, അതിൻ്റെ അകത്ത് ഉപ്പില്ല, പുളിയില്ല, എരിവില്ല, ഒന്നുമില്ല, ചുമ്മാ മീൻ പുഴുങ്ങി തന്നാൽ കഴിക്കാൻ പറ്റുമോ? തേൻ്റെ രുചി വേണം, ഉപ്പിന്റെ ആ രുചി വേണം. ഇതൊന്നുമില്ലാതെ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ട് എന്ന് പറയാൻ ഒരു ഖുർആൻ ചൊല്ലി കൊടുക്കുക. ഒരു ഖുർആൻ ചൊല്ലി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ജനങ്ങൾ, വിശ്വാസികൾ സംതൃപ്തരായി പോരുന്നു. അവർക്ക് വായി തോന്നിയ കോതയ്ക്കെന്ന് പറയാൻ അവരങ്ങനെ പുസ്തകത്തിൽ ഉള്ളതും ഇല്ലാത്തൊക്കെ ചൊല്ലി കൊടുക്കുന്നു. അത് വിശ്വാസികൾ കണ്ടു പോരുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു ഖുർആൻ കിട്ടിയാൽ മതി, അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞാലെന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാലെന്ന എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു പറ്റം ജനമാണ് നമ്മുടെ സമൂഹത്തിലൂടെ തേരാപ്പാര നടക്കുന്നത്.
ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഇതിന്റെ പുറകെ നടക്കാൻ ഞങ്ങൾക്ക് വയ്യ, അല്ല ഞങ്ങൾക്ക് അവരെ സൂചിപ്പിച്ച് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ ശാപം കിട്ടാൻ പറ്റിയല്ല എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്ന സമൂഹത്തിലുള്ള ഒരു പറ്റം ജനമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലൂടെ നടക്കുന്നത്. അതല്ല നമുക്ക് ആവശ്യം. യഥാർത്ഥ കുർബാന, സിനഡ് കുർബാന അല്ലെങ്കിൽ മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന, അതേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഓരോ ഇടവകളിലും ചെല്ലാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇന്ന് തോന്നിയ പോലെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് പ്രസംഗമല്ല നമുക്ക് ആവശ്യം. ഇപ്പൊ വാട്സപ്പിലൂടെയൊക്കെ പറയാം, വാട്സപ്പിലൂടെ അല്ല ഇനി നമ്മൾ പൊരുത്തേണ്ടത്. എൻ്റെ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ എല്ലാ ഇടവകളിലും മറ്റുള്ള ഇടവക്കാരെ കൂട്ടി എല്ലാ പള്ളികളിലും കയറി ആ വൈദികരെ കാണുകയും ഓരോ കുർബാനകൾ തടസ്സപ്പെടുത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ ഇടപള്ളി ഇന്ന് കൊതറപ്പള്ളി ആണെങ്കിൽ നാളെ ഉല്ലലപ്പള്ളി, നാളെ തോട്ടം പള്ളി, അങ്ങനെ ഈ മറ്റുള്ള പള്ളിന്നും കൂടെ ഉള്ള ജനങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമയുടെ ചെല്ലുക, അച്ഛനോട് വികാരിയോട് കാര്യം പറയുക. അവിടെ അങ്ങനെ ചെയ്ത് അടച്ചടച്ച് അങ്ങനെ പോരുക. അങ്ങനെ ഇങ്ങനെ ഒരറ്റം തൊട്ട് തുടങ്ങി മൗണ്ട് വരെ പോവുക. അല്ലാതെ മൗണ്ടിൽ നിന്നല്ല ഇനി തുടങ്ങേണ്ടത്. നമ്മൾ താഴ്ക്കടന്ന് മറ്റേ പാർട്ടിക്കാർ പറഞ്ഞാൽ താഴ്ത്തട്ടിൽ നമുക്ക് തുടങ്ങാം. താഴ്ത്തട്ടിൽ തുടങ്ങി മേലോട്ട് കയറി പോവുക. അതേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജനങ്ങളെ ബോധന്മാരാക്കുക, നോട്ടീസ് അടിച്ചിറക്കുക. അങ്ങനെ ആക്കിക്കൊണ്ട് ഇവരുടെ തോന്നിവാസങ്ങൾ പറഞ്ഞ് നമ്മൾ ഓരോ കുടുംബങ്ങളിൽ നമ്മൾ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഓരോരുത്തർക്ക് നോട്ടീസ് കൊടുക്കുക. ഇന്ന് ഒരു കൊതറപ്പള്ളി ആണെങ്കിൽ നാളെ ഉല്ലലപ്പള്ളി, അല്ലെങ്കിൽ തോട്ടം പള്ളി, അല്ലെ വൈക്കത്ത് പള്ളി, അങ്ങനെ പോവുക. അങ്ങനെ പോയേ നമുക്ക് ഇനി ഇവരെ നേരിടാൻ സാധിക്കുള്ളൂ. കാരണം വൈദികർ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇവരൊരു വടം പോലെയാണ്. ഒരു വടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പൊട്ടിക്കാൻ സാധിക്കില്ല. അത് പൊട്ടിക്കാൻ സാധിക്കണമെങ്കിൽ ഓരോ നൂലായിട്ട് നമുക്ക് എടുത്ത് വലിച്ചു പൊട്ടിക്കാനേ സാധിക്കുള്ളൂ. എന്ന് പറയുന്ന പോലെ ഇവന്മാരെ പിടിയണമെങ്കിൽ വിശ്വാസികൾ ഒന്നടക്കം ഇറങ്ങുക. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാർ കൊടുത്ത സ്വത്തുക്കൾ ഒരു പിതാവിൻ്റെയോ ഒരു വൈദികന്റെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്ത സ്വത്തല്ല, നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാർ കൊടുത്ത സ്വത്തുക്കളാണ്. ആ സ്വത്ത് വെച്ചോണ്ട് കൈകാര്യം ചെയ്ത് പണം കാര്യങ്ങളെല്ലാം ഇവന്മാര് തട്ടിയെടുക്കുന്നു. അത് തട്ടിയെടുത്തുകൊണ്ട് ഇവന്മാര് പന പോലെ വളർന്നു പോകുന്നു. വിശ്വാസികളോ അധപ്പതനം പോലെ താഴോട്ട് പോകുന്നു. അവര് പണിയെടുക്കുന്നു, അവരുടെ കുടുംബങ്ങൾ പോറ്റുന്നു. വളരെ ഞെരുക്കത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലൂടെ അവനവന്റെ കുടുംബങ്ങൾ പോറ്റുന്നു. അവര് ലാവിഷമായി പന പോലെ വളർന്ന് ധിക്കാരവും അഹങ്കാരവും തോന്നിവാസവും ഇവിടെ കിടന്ന് കാണിക്കാം. ആരും ഒരു ലൈസൻസ് അവർ കിട്ടിയിരിക്കുന്നു. ആരും ഇവിടെ പറയാനില്ല, ചോദിക്കാനില്ല, ആരുമില്ല. ഇന്നിപ്പോൾ തമ്പുരാൻ കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയാണ്. ഇന്നിപ്പോൾ വിശ്വാസികൾ അവർ നേരെ 10 പേരാണ് 10 പേര് തിരിയുന്നു, 100 പേരാണ് 100 പേര് തിരിയുന്നു, 1000 പേരാണ് 1000 പേര് തിരിയുന്നു, ലക്ഷക്കണക്കിന് ജനങ്ങൾ തിരിഞ്ഞു വരുന്നു. അങ്ങനെ ഇനി തമ്പുരാൻ ഇവർക്ക് കൊടുത്തൊരു ശിക്ഷ തന്നെയാണ്. കാരണം വേറൊന്നല്ല, ഇവരെ ഇതിനു മാത്രം തോന്നിവാസം ഇവിടെ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പേരിലാണ് ഇന്ന് ഖുർആൻ ഒരു പ്രശ്നം, ഒരു ആയുധമാക്കിക്കൊണ്ട് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ ചെല്ലുന്ന ഖുർആനയ്ക്ക് ഒരു ശക്തിയും ഒരു സ്നേഹവും വാത്സല്യവും ഒന്നുമില്ല. സാധാ ഒരു കുടം കമത്തി വെള്ളമൊഴിക്കുന്ന പോലെ. ഇപ്പൊ പണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ, ഇപ്പൊ ഞാനൊരു ലോകം ഇട്ട് ഖുർആൻ എലി കഴിഞ്ഞാൽ ആ വികാരി ഞാൻ തുല്യാണെന്ന് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം. ആർക്ക് വേണം ലോകം ഇട്ട് ഖുർആനല്ല, ആ രീതി ആയിരിക്കുക. ഒരു വൈദികൻ ചെല്ലണമെന്നില്ല, നമ്മളെല്ലാവരും കർത്താവ് കേൾക്കും. അത്രേ ഉള്ളു. ഇവര് 14-15 വർഷം സെമിനാരിൽ പോയി വൈദിക പഠനം പഠിച്ചിട്ടെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ഒരു ആത്മാർത്ഥത പോലും, ഒരു സ്നേഹം പോലും, ഒരു കരുണ പോലും ഇല്ലാത്ത ഒരു വൈദികൻ ബലിയർപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവര് ജനാഭിമുഖ കുർബാന ചെല്ലുന്നത്, ഓരോ ദിവസവും ചെല്ലുന്ന കുർബാന ദൈവത്തിന് കൊടുക്കുന്ന അവഹേളനയാണ്, അപമാനമാണ്. അത് തമ്പുരാൻ നമ്മളിൽ ഓരോ ചങ്കുറപ്പും തൻ്റെ ഇടമുള്ള വിശ്വാസികളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ഉത്തരവാദിത്വം, നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. തമ്പുരാൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പൊ തമ്പുരാന് വേണ്ടി നമ്മൾ വിലയെടുക്കുക. അത് ചങ്കുറപ്പോടെ തൻ്റെ ഇടത്തോടെ നമ്മളെല്ലാവരും പോരാടണം ഈ അവസരത്തിൽ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.